ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഫുൾ പ്രൊമോ വന്നിട്ടില്ല, പക്ഷേ എങ്കിലും അടുത്ത നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി വീട്ടിൽ പൂർണ്ണമായിട്ട് പറയും കേട്ടോ, ശ്യാമിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തന്നെയാണ് നടക്കുന്നുണ്ടാവുക. അപ്പൊ ശ്രുതി റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മ, അതായത് മരിച്ചുപോയ അമ്മയുടെ ചെന്ന് പറയാണ്, അമ്മ അച്ഛാ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചാ, ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ, ക്ഷാമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണോ വേണ്ടയോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നൊരു കാറ്റടിക്കുകയാണ്, അതായത് സമ്മതിക്കേണ്ട എന്ന രീതിയിൽ. അപ്പൊ ശ്രുതിക്ക് മനസ്സിലാവാണ് എന്താ അപ്പൊ ഞാൻ കല്യാണത്തിന് സമ്മതിക്കേണ്ടെന്നാണോ പറയണത് എന്നൊക്കെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കണം. എന്തായാലും ക്ഷാമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെ വീട്ടിൽ പറയാൻ തന്നെ നമ്മുടെ ശ്രുതി വിചാരിക്കും കേട്ടോ. പക്ഷെ അമ്മയും അമ്മായി ശ്രുതിനെ വീട്ടുന്ന പ്രശ്നമല്ല, എങ്ങനെയെങ്കിലൊക്കെ ക്ഷാമായിട്ടുള്ള വിവാഹം നടത്തിയേ പറ്റൂ ഒരൊറ്റ വിചാരത്തിലാട്ടോ അവര്. അങ്ങനെയാണ് ശ്രുതി ആ സ്വപ്നം കാണുന്നത്. വേറൊന്നുമല്ല, ശ്യാം തന്നെ കല്യാണം കഴിച്ച പഞ്ചാര വാക്കുകൾ കൊണ്ട് നിറയ്ക്കണത് പോലത്തെ ഒരു സ്വപ്നം. അത് എന്തുണ്ടായി കൊടുത്താലും എൻ്റെ ഭവതീനെ പോലെ ഭയങ്കര സൗന്ദര്യമാണ് ഉണ്ടാക്കിയ സാധനത്തിനും, അങ്ങനെയൊക്കെ ഭയങ്കര പുകഴ്ത്തി പറയലും. അതുപോലെ ശ്രുതി ഒരു സാരി ഉടുത്തു വന്നാൽ പോലും എന്ത് ഭംഗിയാണ്, ഈ സാരിക്ക് പോലും ഭംഗിയുണ്ടായത് നീ ഉടുത്തപ്പോഴാണ് എന്ന് ശ്യാം പറയും. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ആലോചിക്കും, അശ്വിനെയാണ് കല്യാണം കഴിക്കണമെങ്കിലോ. അങ്ങനെ ശ്രുതി ആലോചിക്കുകയാണ്, അശ്വിന് എന്തുണ്ടായി കൊടുത്താലും ഇതെനിക്ക് കഴിക്കാൻ പാടില്ല, അതെനിക്ക് കഴിക്കാൻ പാടില്ല, എനിക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ലേ. അങ്ങനെ വഴക്ക് പറയും. സാരി എടുത്തു വന്നാലോ, മെലിഞ്ഞുണങ്ങിയ നിന്റെ കോലത്തിൽ സാരി എടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കും. അപ്പൊ ശ്രുതി രണ്ടുപേരും താരതമ്യപ്പെടുത്തി ഇങ്ങനെ ആലോചിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ മാത്രമുള്ളൂ. എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും നാണം കെടുത്തിയാലും അശ്വിൻ മാത്രമേ മനസ്സിലുള്ളൂ കേട്ടോ. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ശ്രുതി ഒന്നും മിണ്ടാതിരുന്നു പോകുവാണ്. അങ്ങനെ ശ്യാമിന്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വിവാഹമൊക്കെ ഉറപ്പിക്കും. അങ്ങനെ അഞ്ജലിയൊക്കെ തിരിച്ച് ശ്രുതി പണിക്കൊക്കെ വരുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞേക്കാം. അതിനുശേഷമാണ് ശ്രുതി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് അടുത്ത ആഴ്ചയായിരിക്കും ശ്യാം എന്ന് പറഞ്ഞത് ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ ശ്രുതി കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ ആ വിവാഹം നടക്കൊന്നുമില്ല. അമ്മായിക്ക് സമാധാനം, പിന്നെ ഷാമോനെ എന്നുള്ള വിളിയൊന്നും ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിൽക്കും കേട്ടോ. പക്ഷെ എങ്കിലും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ അശ്വിനാണെന്നുള്ള കാര്യം അശ്വിനെ ഏകദേശം മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ ആ കാര്യം ലാവണ്യ എടുത്ത് പറയാതെ പറയണത്. ലാവണ്യക്ക് അത് മനസ്സിലാവും, അശ്വിൻ എന്തൊക്കെയോ ഒരു ഇത് ക്രഷ് നമ്മുടെ ശ്രുതിയുടെ അടുത്തുണ്ടെന്ന്. അപ്പൊ ലാവണ്യ തന്നെയായിട്ടാണ് പിന്നെ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണത്. നല്ല നല്ല ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോണത്. എന്തായാലും വീട്ടുകാർ ശ്യാമിന്റെ ശ്രുതിയുടെ വിവാഹം അങ്ങനെ കട്ടൊക്കെ ഉറപ്പിക്കുന്ന ഭാഗമാണ് ഇനി അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഫുൾ പ്രൊമോ ഡീറ്റെയിൽസ് ഒക്കെ വന്നെങ്കിൽ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഇടാൻ കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.